മക്കളെ, അങ്ങനെ നമ്മുടെ +1 ബയോളജി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ലൈവിൽ ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. കംപ്ലീറ്റ്ലി നമ്മളെല്ലാം ഈസി ക്വസ്റ്റ്യൻ അങ്ങനെ വെച്ച് പറയുന്നില്ല. ചില ക്വസ്റ്റ്യൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ക്ലാസ് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ക്ലാസ് കണ്ട ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ഇതുവരെ ചോദിക്കാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എഴുതാൻ പറ്റുന്നതായിരുന്നു ക്ലാസ് നല്ലപോലെ കണ്ടിരുന്നെങ്കിൽ. അപ്പം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒത്തിരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആൻസർ കീയിലേക്ക് പോവാം. അതിന് മുൻപ് ഇനി 4 ദിവസം കൂടിയേ നമ്മുടെ ഈ ഒരു ഓഫർ ഫീ ഉണ്ടാവുള്ളൂ, പ്ലസ് ഫ്രീ ബുക്ക് സെറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അത് പറഞ്ഞപ്പോൾ കൂടെ, അതായത് ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബാച്ചിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അരിച്ചു പെറുക്കി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ലൈന് നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ബാച്ചിലുള്ള മക്കൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മിസ്സിൻ്റെ ഏരിയയിൽ നിന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള നമ്മുടെ ATR മിസ്സും സ്നേഹ മിസ്സൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, സോ ആദ്യം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടണിയുടെ സെക്ഷനിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ, വിച്ച് കിങ്ഡം ഇൻക്ലൂഡ് മൾട്ടി സെല്ലുലാർ ആണ്, ഹെറ്ററോട്രോഫിക് ആണ് ആൻഡ് കൈറ്റിനസ് സെൽ വാൾ ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ RH വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് മിസ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിങ്ഡം ഫംഗൈ ആണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടിയിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണ്, പക്ഷേ മിയോസിസ് 2, മിയോസിസ് 1ലാണ് നമ്മുടെ ക്രോമസോം സംഖ്യ പകുതി ആവുന്നത് അല്ലേ, പക്ഷേ മിയോസിസ് 2ൽ അങ്ങനെയൊന്നും ആവുന്നില്ല, അത് മൈറ്റോസിസ് പോലെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് കോസ് റെഡ് ടൈഡ് ആൻഡ് വാട്ട് ആർ ദിയർ എഫക്ട്സ്? നമ്മുടെ റിവിഷൻ്റെ സമയത്ത് ബോട്ടണിയുടെ സുവോളജിയുടെയൊക്കെ റിവിഷൻ ലൈവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പോയ സമയത്ത് മിസ്സ് ഈ റെഡ് ടൈഡ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂ ടു ദ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റെഡ് ഐനോഫ്ലാജുലേറ്റ്. റെഡ് എന്താ, സി എന്താണ്? റെഡായിട്ട് അപ്പിയർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറിയ എമൗണ്ടിൽ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റെഡ് ടൈഡിൻ്റെ സമയത്തുള്ള ടോക്സിൻസ് എന്താണ്? ലാർജ് നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ മെറൈൻ ആയിട്ടുള്ള അക്വാട്ടിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, അക്വാട്ടിക് ഓർഗാനിസംസിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ടോക്സിൻസ് ആണ്. ദെൻ അടുത്തത് നമ്മുടേതാ ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ടെന്ന് പറയുന്ന ഡയഗ്രാമാണ്. സോ ഐഡൻറ്റിഫൈ ദ പ്ലാസ്റ്റിഡ്. ക്ലോറോപ്ലാസ്റ്റ് ആണ്. ആൻഡ് പാർട്സ് ലേബിൾ ചെയ്യാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ സ്ട്രോമയും ഇത് നമ്മുടെ ഗ്രാനയുമാണ്. ഇനി ഇവിടെ കാണുന്ന റൈബോസോം ഏത്? ഇവിടെ കാണുന്ന റൈബോസോം എന്ന് പറയുമ്പോൾ മൈറ്റോകോൺട്രിയയ്ക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിഡ്സിനും ഉള്ള റൈബോസോം എന്ന് പറഞ്ഞത് 70S ആണ്. യൂക്യാരിയോട്ടിക് സെല്ലിൻ്റെ ഉള്ളിലുള്ളത് 80S ആണ്. പക്ഷേ മൈറ്റോകോൺട്രിയയും പ്ലാസ്റ്റിഡ്സും നമുക്കറിയാം എന്താണ്, സെമി ഓട്ടോണോമസ് ഓർഗനൽസ് ആണ്. അപ്പോൾ അവർക്ക് എന്താണ് 70Sൻ്റെ റൈബോസോം ആണുള്ളത്. ഇനി fill in the blanks. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിച്ച് സെൽ ഓർഗനൽ പോസസ് ഹൈഡ്രോലിറ്റിക് എൻസൈംസ്? നമ്മൾ ലൈവിലും ക്വസ്റ്റ്യൻസിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉള്ളത് ലൈസോസോമിനാണ്. ഈ ഒരു സെയിം സാധനം നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. വിച്ച് ഓർഗനൽ പോസസ് ഹൈഡ്രോലിറ്റിക് എൻസൈം, സെയിം ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് എൻസൈം ഉള്ളത് ലൈസോസോമിനാണ്. ആൻഡ് ഇത് നമ്മുടെ ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ സർട്ടൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് PGA, ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഓർ ഫോസ്ഫോ ഗ്ലിസറേറ്റ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് C4നെയും C3നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്ന് പറയുമ്പോൾ 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റ്സിന് നമ്മൾ എന്ത് പറയും? C3 പ്ലാന്റ്സ് എന്ന് പറയും. ഹൂ റിപ്പോർട്ടഡ് ദിസ് പാത്വേ? കാൽവിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ എൻസൈം ഓഫ് കാർബോക്സൈലേഷൻ? റുബിസ്കോ ആണ്. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ RUBP. മിസ് ഇത് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് C3നെയും C4നെയും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലത്തെയും മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സെൽ സൈക്കിളിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിൽ. ഇപ്പോൾ ഇവിടെ Aയും Bയും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇന്നലത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ G1, S, G2 ചോദിച്ചിട്ടുണ്ട്. ഇതാണ് മിസ് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അതായത് ആനിമൽസിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ ഡിപ്ലോയിഡ് സെൽസിലാണ് സാധാരണ കാണാറ്. പക്ഷേ ഒരാൾ ഹാപ്ലോയിഡ് സെൽസ് മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആരാണ്? നമ്മുടെ ഹണീബി. അതും മെയിൽ ഹണീബി. മെയിൽ ഹണീബിയുടെ കാര്യത്തിൽ അവർക്ക് എന്താണ്, അവർ റീപ്രൊഡക്ഷൻ നടക്കാതെ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിൽ മൈറ്റോസിസ് വഴിയാണ് അവരുടെ ഗ്രോത്ത് കാണുന്നത്. ഇനി അടുത്തതായിട്ട്, വൈ എസ് ഫേസ് ഇസ് കോൾഡ് സിന്തസിസ് ഫേസ്? എസ് ഫേസിന് സിന്തസിസ് ഫേസ് എന്ന് പറയാൻ കാരണം DNA സിന്തസിസ് നടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C4 പ്ലാന്റ്സിൻ്റെത്.
C4 പ്ലാന്റ്സിന് സ്പെഷ്യൽ ലീഫ് അനാട്ടമി ഉണ്ട്. ഏതാണ് ആ ലീഫ് അനാട്ടമി? ഇത് ക്രാൻസ് അനാട്ടമി. ദെൻ എന്താണ് അവരുടെ മേജർ അഡ്വാൻറ്റേജ്? C4 പ്ലാന്റ്സിന് C3 പ്ലാന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇത് നമ്മൾ നമ്മുടെ റിവിഷൻ്റെ ലൈവിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ടെമ്പറേച്ചറിനോട് ടോളറൻസ് ഉണ്ട്, ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിനോട് റെസ്പോണ്ട് ചെയ്യും, അതേപോലെ തന്നെ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. ഈ 4 അഡ്വാൻറ്റേജസ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്സ് പ്ലസ് ഇതിന് 1 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇത് നമ്മുടെ സോളജി എത്തിയിട്ടോ. ബാക്കി ബോട്ടണിയിലെ ചാപ്റ്റേഴ്സ് ATRMS സ്നേഹാമസും ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇന്നലത്തെ നമ്മുടെ ലൈവിൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ മിസ് അസെൻഡിങ് എങ്ങനെ എഴുതണം, ഡിസെൻഡിങ് എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാരെ അസെൻഡിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞത്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങളിത് സ്പീഷീസ് മുതലാണ് എഴുതേണ്ടത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, അതുപോലെ ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഈ ഓർഡറിലാണ് വരേണ്ടത്. അടുത്തതായിട്ട് വോള്യൂം ഓഫ് എയർ റിമെയിൻ ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പൈറേഷൻ. ഫോഴ്സിബിൾ എക്സ്പൈറേഷന് ശേഷവും നമ്മുടെ ലങ്സിലുള്ളത് റെസിഡ്വൽ വോളിയം ആണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിൽ നമ്മൾ ചെയ്താണ്. ഇതിന് ശേഷം നമ്മുടെ എൻറ്റയർ ആ ഒരു സാധനങ്ങളെ മിസ് തന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഓരോന്ന് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഇവിടുന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതാ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിലും ഷോർട്സിലും ഒക്കെ മിസ് പറഞ്ഞിട്ടുള്ള ഒരാളാണിത്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ലേബൽ ABCD. സെയിം സാധനമാണ് ലേബൽ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം A ഡോർസൽ ഹോളോ നെർവ് കോഡാണ്, B കണ്ടോ നമ്മുടെ ഉള്ളിലുള്ള ആളാണ്, അത് നമ്മുടെ നോട്ടോ കോഡാണ്, ആൻഡ് പെയർഡ് ഫാരജിൽ ഗിൽസ്ലിറ്റ്സ് ആണ്, C, D ടെയിൽ പാർട്ടാണ്. ദെൻ അടുത്തത് ഇത് നമുക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ ഇല്ല, കാരണം മിസ് കഴിഞ്ഞ് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ മിസ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ചോദിക്കാത്ത ഫൈലംസിൻ്റെ പിക്ചേഴ്സാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഫൈലത്തിൻ്റെയും ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സും ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ അനിമൽ കിങ്ഡത്തിൻ്റെ മിസ് എഴുതിയിട്ടുള്ളത് തന്നെ അതാണ്, ഓൾ ഫൈലം വിത്ത് 4 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നുള്ളത്. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബലാനോൻ്റെ പിന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പൈല ആപ്പിൾ സ്നെയിലാണ്. അതിൻ്റെ അടുത്തത് ഇവർ ഫൈലം ഹെമികോഡേറ്റ, പൈല വരുന്നത് മൊലസ്ക. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെയിം ക്വസ്റ്റ്യൻ ബോൺസ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ് എന്താണ്? നമ്മൾ ബയോല്യൂമിനസെൻസ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ഹെർമഫ്രോഡൈറ്റ്. വാം ബ്ലഡഡ് ഓർഗാനിസംസ് നമ്മുടെ ഹോമിയോത്തോംസ്. ആൻഡ് ഈ സെയിം സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്, ലോങ് ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റി. വേറെ ക്വസ്റ്റ്യനിലാണെന്നേ ഉള്ളൂ, എല്ലാം കൂടെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിസ് വെക്കാത്തതാണ്. ന്യൂമാറ്റിക് ബോൺസ് ആണ്. ദെൻ അടുത്തത് ECG. ഇന്നലത്തെയും എൻ്റെ ഓർമ്മയിൽ മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. P ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, QRS ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, T റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ദെൻ അടുത്തത് നെയിം ദ മെഷീൻ. ഇന്നലത്തെ ലൈവിലാണെന്ന് തോന്നുന്നുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡിയോഗ്രാമും ഗ്രാഫും തമ്മിലുള്ളത്. മെഷീൻ ഇസ് ഗ്രാഫ് ആൻഡ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇസ് ഗ്രാം. ഓക്കെ, അപ്പോൾ മെഷീനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തതാ ഈ ഒരു ഡയഗ്രാം കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമ്മളോട് ബ്ലഡ് വെസൽ Aയും Bയും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലങ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലങ്സിലേക്ക് പോകുന്നത് പൾമണറി ആർട്ടറി, പിന്നെ ഇത് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് B, അത് അയോട്ട. പിന്നെ അടുത്തത് നെയിം ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് ടു ഹാർട്ട്. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട് ലങ്സിലേക്ക് വരുന്നത് പൾമണറി വെയിൻ. സിമ്പിൾ, നമ്മൾ ഡയഗ്രാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഡയഗ്രാമായിട്ട് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് മാത്രം മിസ് ചെയ്ത ഡയഗ്രാം വെച്ചില്ല എന്നേ ഉള്ളൂ. അടുത്തതാ നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിൽ ചെയ്തിട്ടുള്ളതാണിത് കണ്ടോ, കംപ്ലീറ്റ് സെയിം സാധനം തന്നെ, ഒന്നും നോക്കാനില്ല. ഇൻഫ്ലമേഷൻ ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ്, റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസോല്യൂബിൾ ക്രിസ്റ്റലൈസ്ഡ് സോൾട്ടിൻ്റെ ഡെപ്പോസിഷൻ. യുറീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്യുമുലേഷൻ ഓഫ് യൂറിയ. അതേപോലെ തന്നെ റീനൽ ഫെയിലിയർ നമ്മുടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻ്റെത് ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിൽ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ്ട്രിക് സെക്രീഷൻ മെഡുല്ലയാണെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റിവിഷൻ്റെ ഇതിൽ മിസ് പറഞ്ഞിട്ടുണ്ട് ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ബോഡി ടെമ്പറേച്ചർ, ഏർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എല്ലാം ഹൈപ്പോതലാമസ് ആണ്. സെൻസറി അസോസിയേഷനും മെമ്മറിയും കമ്മ്യൂണിക്കേഷനും എല്ലാം സെറിബ്രോ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആൾ ഇതും നമ്മൾ എന്താണ്, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് മേ ലീഡ് ടു കിഡ്നി ഫെയിലിയർ. അപ്പം നമ്മൾ യൂറിയ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എന്താ ചെയ്യുക? ഹീമോഡയാലിസിസ്. ഏതെങ്കിലും 2 പ്രോസസ്സ് യൂറിൻ ഫോർമേഷൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ 3 പ്രോസസ്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അൾട്രാഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. അടുത്തത് മാമൽസ് ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. നെയിം ദ മെക്കാനിസം ദാറ്റ് മെയിൻറ്റെയിൻ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. ഏതാണ് ആ മെക്കാനിസം?
കൗണ്ടർ കറണ്ട് മെക്കാനിസം ജസ്റ്റ് നെയിം ചെയ്താൽ തന്നെ മതി. നമ്മളിത് എക്സ്പ്ലനേഷൻ വരുമോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്രയൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഈ സെയിം ടേബിൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത്, ഇന്നലെയല്ല നമ്മുടെ റിവിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയും ബിയും ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൈറേഷനിൽ ഡയഫ്രോം ഇൻ്റർകോസ്റ്റൽ മസിൽസും റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ പൊസിഷൻ എന്ന് എഴുതാം. ആൻഡ് ബി എന്താ വരിക, ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഇൻട്രാ പൾമണറി പ്രഷർ ഡിക്രീസസ്. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് ചെയ്യും. നമ്മൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 20 to 25% കാർബമിനോ ഹീമോഗ്ലോബിൻ, 70% ബൈകാർബണേറ്റ്, 7% പ്ലാസ്മ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇത് മിസ് പറഞ്ഞില്ലേ, നമ്മൾ ഏത് ഡയഗ്രാം വേണമെങ്കിലും ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ചോദിക്കാമെന്ന്. ഇത് രണ്ടും ഏതാണ് ഫൈലം? ഏതാണ്? നമ്മുടെ ഫൈലം ആർത്രോപോഡ. റൈറ്റ്, ഇനി വൺ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് ഉണ്ടോ? എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് വെക്ടേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏപ്പസ് എഴുതാം, ലാസിഫർ എഴുതാം, ബോംബിക്സ് ഏത് വേണമെങ്കിലും എഴുതാം. ഏതെങ്കിലും 4 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞാൽ കൈറ്റിനസ് എക്സോസ്കെലറ്റൻ ഉണ്ട്, ബോഡി ഡിവൈഡഡ് ഇൻടു ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ള ആൾക്കാരാണ്, മാൽപീജിയൻ ട്യൂബ്യൂൾ, എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട്, പിന്നെ നമുക്ക് ബാലൻസിങ് ഓർഗനോ ഒക്കെ പറയാൻ വേണ്ടി പറ്റും. ഏറ്റവും ലാർജസ്റ്റ് ഫൈലും പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിസ്സിൻ്റെ സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ ആ ഒരു ഹണി ബീൻ്റെ ആ ഒരു മൈറ്റോസിസ് ഹാപ്ലോയിഡ് ഡിവിഷൻ നടക്കുന്നത്, ഹാപ്ലോയിഡ് സെൽസിലെ മൈറ്റോസിസ് മാത്രമാണ് ബാച്ചിൽ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഡയറക്റ്റായിട്ട് നമ്മളെ ലൈവുകൾ കണ്ട ആൾക്കാർക്ക് 10 hours-ൻ്റെയും റിവിഷനൊക്കെ ലൈവ് കണ്ട ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്തതായിട്ട് ATRMSും സ്നേഹാമസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ കുട്ടിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഹലോ മക്കളെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാമൊക്കെ. അപ്പോൾ മിസ്സിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല ലെവലിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ, പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചില ക്വസ്റ്റ്യൻസൊക്കെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മിസ്സിൻ്റെ പോർഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാതും എന്തോ ദൈവം സഹായിച്ചിട്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരെണ്ണം പോലും നമ്മൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്ക് ഒരെണ്ണം പോലും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മിസ്സും ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എക്സാമൊക്കെ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റുമോ? ഇപ്പം നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ ബയോമോളിക്യൂൾസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ അല്ലേ. അതായത് ഇത് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേതാണ് നമ്മുടെ ഗ്ലിസറോൾ ആണ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നലത്തെ ലൈവിലും നമ്മൾ വീണ്ടും ഒന്നുകൂടെ എടുത്ത് വരച്ച് തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബയോമോളിക്യൂൾസ് അന്നേ മിസ് പറഞ്ഞാണ് എല്ലാവരും ഭയങ്കര ഭീകര ചാപ്റ്റർ ആണെന്ന് എപ്പോഴും പറയുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ ബയോമോളിക്യൂൾസ് ആൾ ഭയങ്കര പാവാണെന്ന് മിസ് എപ്പോഴും പറയാറില്ലേ. ഇതേ കണ്ടോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഇവിടെ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് എന്താണ്ടാവുന്നത്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അല്ലേ. അത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ദെൻ അത് ലാസ്റ്റ് എന്താണ്, എൻസൈം പ്ലസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലത്തെ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മിസ് സെയിം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് എൻസൈം ആക്ഷൻ. അതല്ലേ സെയിം ഇവിടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി ടു ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് എൻസൈം ആക്ടിവിറ്റി. സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഞാൻ തുള്ളിച്ചടി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് മക്കളെ 2 ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പറയാം? ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് പറയാം, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പറയാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, pH ഏതാണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബയോമോളിക്യൂൾസ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ ദ ഇൻഹിബിറ്റർ ക്ലോസ്ലി റിസംബിൾസ് എ സബ്സ്ട്രേറ്റ് അല്ലേ. ഈ പറയുന്ന ഇൻഹിബിറ്റർ നമ്മുടെ ഈ സബ്സ്ട്രേറ്റിനോട് ക്ലോസ്ലി റിസംബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വരച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ല. എൻസൈം വരുന്നു, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് വരുന്നു, അതിന് പകരം ആര് വരുന്നു, കാണാൻ ഒരുപോലെയുള്ള നമ്മുടെ വില്ലത്തിയൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചതല്ലേ. ഏതാണ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്നാണ് പറയുക അല്ലേ. ആ ഒരു ഇൻഹിബിറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. ഇതായിരിക്കുന്നു. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അടുത്തത് ഇതായിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ദ മാംഗോ ഫ്രൂട്ട് ഈസ് ഗിവൺ ബിലോ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ സംഭവം തന്നെയല്ലേ ഇതും ഇവിടെയും നമ്മൾ പഠിച്ചതാണല്ലേ. A, B എന്നുള്ള ഭാഗങ്ങൾ ഏതാണെന്നുള്ള പഠിച്ചിട്ടുള്ളതല്ലേ. ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ ലേബിൾ ദ പാർട്സ് A, B. അപ്പോൾ A എന്നുള്ള ഭാഗം ഏതാണ് മക്കളെ? A എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എപ്പി കാർപ്പാണ് അല്ലേ. ഈ ഭാഗമാണ് എന്ത്, എപ്പി കാർപ്പ് എന്ന് പറയുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്, മീസോ കാർപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് ദെൻ സ്റ്റേറ്റ് ദ മീസോ കാർപ്പ് നാച്ചർ ഓഫ് മാംഗോ ആൻഡ് കോക്കനട്ട്. ഈ മാംഗോയും കോക്കനട്ടും അന്നേ ഞാൻ പറഞ്ഞല്ലേ അല്ലേ, നമ്മുടെ അല്ലേ മിസ്സിൻ്റെ ഡയഗ്രാം മിസ്സിൻ്റെ ഡ്രോയിങ് കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ വരച്ച അടയാളം പെടുത്തി എൻ്റെ കുട്ടികൾക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ ഒരുപാട് എനിക്ക് പ്രോത്സാഹനം തന്നായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഇവിടെ പോയി ഇവിടെ മാംഗോൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, മീസോ കാർപ്പ് നല്ല ഫ്ലഷി ആയിരിക്കും അല്ലേ.
ഫ്ലഷ് ആയിരിക്കും, നമ്മൾ ഈ പറയുന്ന ഭാഗം നല്ല കഴിക്കുന്ന ഭാഗം അല്ലേ. ഇനി കോക്കനട്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ് മിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചകിരിയാണ് മീസോകാർപ്പ്, അപ്പോൾ അതെന്തായിരിക്കും ഫൈബ്രസ് ആയിരിക്കും അല്ലേ, അതാണ് അവിടെ എഴുതിയാൽ മതി. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആർ ഫൗണ്ട് ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് പെക്യുലാരിറ്റി. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ടൈപ്പ് ഫ്രൂട്ടേ ഉള്ളത്. സെയിം ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, എന്താണ് ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചെന്നുള്ളത്. എന്താണ് ദ ടെക്നിക്കൽ നെയിം ഓഫ് ദിസ് ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എ മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരൊറ്റ ടൈപ്പ് ഫ്രൂട്ടേ പഠിക്കാനുള്ളൂ, ഡ്രൂപ്പ് ഫ്രൂട്ടാണ്. ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൂപ്പ് ഫ്രൂട്ട് എന്ന് മാത്രം എൻ്റെ കുട്ടികൾ അവിടെ എഴുതിയാൽ മതി എന്നുള്ള മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് മോണോകാർപ്പലറി ആണ്, അതേപോലെ തന്നെ സുപ്പീരിയർ ഓവറി ആണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അത്രയുള്ളൂ. റെഡി. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഹെട്രോസ്പോറി, അതന്നെയല്ലേ ഇതായിരിക്കുന്ന ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഹെട്രോസ്പോറി, നെയിം ടു ടെറിഡോഫൈറ്റ്സ് ദാറ്റ് ഷോ ദ ഫീച്ചർ അല്ലേ, ആ ഫീച്ചർ കാണിക്കുന്നത് അതന്നെയല്ലേ സെയിം ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് മനസ്സിലായി ഭയങ്കര സന്തോഷം, നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് മക്കളെ ഹെട്രോസ്പോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസിങ് അല്ലേ, പ്ലാന്റ് പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ് അല്ലേ. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെയാണ് നമ്മൾ ഹെട്രോസ്പോറി എന്ന് പറയാം. ഇനി നെയിം ടു ടെറിഡോഫൈറ്റ്സ് വിച്ച് ഷോ ഹെട്രോസ്പോറി എന്ന് ചോദിച്ചാൽ ഏതാ പറയുക, ഒന്ന് നമ്മുടെ സെലാജിനെല്ല എഴുതാം. ഓക്കെ, സെലാജിനെല്ല എഴുതാം, അതേപോലെ തന്നെ എന്താണ് സാൽവീനിയോ എഴുതാം. ഓക്കെ, ഇതിനൊക്കെ ഉത്തരം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തതായിരുന്നു അല്ലേ കിട്ടിയില്ലേ, എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒക്കെ എഴുതിയില്ലേ, സംഭവമായിട്ട് എഴുതണം. ഇനി അടുത്തത് മെൻഷൻ ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ദ വാസ്കുലർ ബണ്ടിൽസ് ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. ഈ ഡൈക്കോട്ടും മോണോക്കോട്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തായാലും ചോദിക്കുമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതെന്തായാലും നോക്കി വെച്ച് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിസ് കാണിച്ചു തരുന്ന പിക്ചറാണിത് അല്ലേ. അപ്പോൾ ഇതിൽ മക്കളെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാമ്പിയം അവിടെ ആബ്സെൻ്റ് ആണ് അല്ലേ, മോണോക്കോട്ടിൽ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതായത് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പുറത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആണല്ലോ, ക്യാമ്പിയം പ്രസൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, അവിടെ ആണെങ്കിൽ എന്തായിരിക്കും ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെന്റ് ആണെന്നുള്ളത് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ മിസ്. ഇത് എടുക്കുന്ന സമയത്ത് സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ ചോദിച്ചിട്ടുള്ളത്. അയ്യോ ചെറുതായിട്ടൊന്ന് ആളെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയോ മിസ്, എടുത്തു വെച്ചത് മാറിപ്പോയോ, ഒരു മിനിറ്റ്, ബുള്ളി ഫോം സെൽസ് എവിടെ പോയി. ഓക്കെ, യെസ്, അയ്യോ അത് മിസ് എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, പക്ഷേ സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരണം എനിക്കുണ്ടായിരുന്നു, സെയിം ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വേണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവൊക്കെ ആയിട്ട് കുട്ടികളൊന്ന് നോക്കിക്കോളൂ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബുള്ളി ഫോം സെൽസ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പറയാം മക്കളെ, ബുള്ളി ഫോം സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലേ അതെന്താണ്, നമ്മുടെ അഡാക്സിയൽ എപ്പിഡ് ഗ്രാസസിൻ്റെ കേസിൽ അവരുടെ അഡാക്സിയൽ എപ്പിഡോമസിലുള്ള ചില സെൽസ് എന്താണ്, വെയിൻസിൻ്റെ ഭാഗത്തുള്ള കുറച്ച് സെൽസ് ഇത് ലാർജ് മോഡിഫൈ ചെയ്തിട്ട് ലാർജ് എംറ്റി കളർലെസ് സെൽസ് ആയിട്ട് മാറും. അതാണ് ബുള്ളി ഫോം സെൽസ്. അതെന്താ ചെയ്യുക, വെള്ളം നല്ലോണം ഉണ്ടാകുമ്പോൾ അത് വീർത്തിരിക്കും. അപ്പോൾ ലീഫ് സർഫസ് നല്ലോണം എന്ത് ചെയ്യുന്നു, ഇതേപോലെ വരച്ചിട്ടൊക്കെ മിസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതേപോലെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കും. ഇനി വാട്ടറിൻ്റെ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലോ വെള്ളം ഇല്ലെങ്കിൽ അവരിതേ ചുരുങ്ങും, ഫ്ലാക്സിഡ് ആകും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലീഫ് ഇങ്ങനെ കേളാവും അല്ലേ. അതിനെ സഹായിക്കുന്ന ആളാണ് ആര്, ബുള്ളി ഫോം സെൽസ് എന്നുള്ള എഴുതിയാൽ മതി. ഓക്കെ, ഇനി ചേട്ടാ എന്നാൽ ആ ബുള്ളി ഫോം സെൽസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് അവിടെ കാണിച്ചു തരാത്തതിൽ മിസ്സിന് കുറച്ച് വിഷമമുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ, ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ് ഹാസ് വാസ്കുലർ ടിഷ്യൂസ് ബട്ട് നോട്ട് സീഡ് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്കല്ല, പക്ഷെ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് മിസ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഈ ടെറിഡോഫൈറ്റ്സിൻ്റെ കേസിലാണ് അവർക്ക് എന്നുള്ളത്, അവർക്കാണ് ആദ്യമായിട്ട് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, പക്ഷെ എന്തില്ല, സീഡ്സ് ഇല്ല അല്ലേ, വിത്തില്ല, അവർ സ്പോർസ് വെച്ചിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് വാസ്കുലർ ടിഷ്യൂസ് ആദ്യമായിട്ട് പ്രസന്റ് ആയിട്ടുള്ള ആരുടെ കേസിലാണ്, നമ്മുടെ ടെറിഡോഫൈറ്റ്സിന്റെ കേസിലാണ്. അപ്പോൾ അതേ ടെറിഡോഫൈറ്റ്സ് എന്നുള്ള അവിടെ എഴുതി. ഓക്കെ, ഇനി വിച്ച് ടൈപ്പ് ഓഫ് വീനേഷൻ ഫൗണ്ട് ഇൻ ഡൈക്കോട്ട് ലീഫ്സ്. ഡൈക്കോട്ട് ലീഫിൽ കാണുന്ന വീനേഷൻ ഏതാണ് മക്കളെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതായിരിക്കുന്നു. വിച്ച് ടൈപ്പ് ഓഫ് വീനേഷൻ ഡു യു ഒബ്സർവ് ഇൻ ഡൈക്കോട്ട് ലീഫ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുള്ളത്, കറക്റ്റ് അതേ വഴിയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഡൈക്കോട്ട് ലീഫിൽ കാണുന്ന, ഏതാണ് നമ്മുടെ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ് ഡൈക്കോട്ട് ലീഫിൽ കാണുന്നത്. കഴിഞ്ഞോ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള. ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാതും തന്നെ എന്താണ്, നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത്. അതും നമ്മൾ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റെഡി, അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോഴേ മിസ് പറഞ്ഞില്ലേ ബയോമോളിക്യൂൾസ് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സ്നേഹ മിസ്സിൻ്റെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റെഡി, അപ്പോൾ വേഗം കിടക്കാം.
ഓക്കെ, യെസ്, റെഡി. അപ്പോൾ മക്കളെ, ആദ്യം തന്നെ മിസ്സിന് പറയാനുള്ളത്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ കുറച്ച് ചോദ്യങ്ങൾ എന്തായിരുന്നു, നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചോദ്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ്, നെയിം ദ മെരിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ പ്രൈമറി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൈമറി ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, കുറച്ച് പേര് എഴുതിയിട്ടുണ്ടായിരിക്കുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇവിടെ എന്തായാലും 1 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്ലാന്റ് ഗ്രോത്ത് ജനറലി ഇൻഡിറ്റർമിനേറ്റ് അല്ലേ? ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇതേ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഡിറ്റർമിനേറ്റ് എന്ന് പറയാനുള്ള കാരണം? ഓപ്പൺ ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആയതുകൊണ്ടാണ്. കാരണം മെരിസ്റ്റം ഉള്ളത് കൊണ്ട് അവരുടെ ലൈഫ് ലോങ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് റീസൺ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെരിസ്റ്റം. പക്ഷേ ഇത് നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യമായിരുന്നു. പക്ഷേ റിവിഷൻ ക്ലാസ്സിൽ നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വാട്ട് ഈസ് റെസ്പിറേറ്ററി കോഷ്യന്റ് ഓർ റെസ്പിറേറ്ററി റേഷ്യോ? അപ്പോൾ റെസ്പിറേറ്ററി റേഷ്യോ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ കോഷ്യൻ എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ട് എഴുതാം. കാരണം നമ്മൾ ഇന്നലത്തെ ലൈവിൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്താണ്? അപ്പോൾ RQ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾ ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ നെയിം എനി 2 സബ്സ്ട്രേറ്റ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് ഏതൊക്കെ യൂസ് ചെയ്യുക? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. ഏതെങ്കിലും 2 എഴുതിയ മാർക്ക് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ ഒരു ചോദ്യമാണ് മിസ്സിനൊരു കൺഫ്യൂഷൻ. കുറച്ച് പേര് എഴുതിയിട്ടുണ്ടായിരിക്കുള്ളൂ. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. Mention 2 compounds produced during Krebs cycle which ATP can be synthesized through oxidative phosphorylation. ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ മിസ് വരച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചതായിരുന്നു. നമ്മുടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ട് നമ്മുടെ Krebs സൈക്കിളിൽ നിന്ന് പോകുന്ന പ്രോഡക്ട്സിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പ്രോഡക്ട്സാണ് നിങ്ങൾ എഴുതേണ്ടത്? നമ്മുടെ NADHH+ FADH2 ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. ഇനി അടുത്തത്, ഹൗ മെനി മോളിക്യൂൾ ഓഫ് ATPs ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈച്ച് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതും നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതായിരുന്നു. അപ്പോൾ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് നമ്മുടെ ഈ ബയോളജി പ്ലാൻ നിങ്ങൾക്ക് എക്സാമിനർ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു. ബോട്ടണി 10 hours ലൈവ്, അതുപോലെ സുവോളജി 10 hours, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മളൊരു 4 hours ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. NADH ഇതെവിടെ മിസ് ചെയ്തിട്ടുണ്ട്? 1 NADH എന്ന് പറഞ്ഞാൽ 3 ATP ആണ്. 1 FADH2 എന്ന് പറഞ്ഞാൽ 2 ATP ആണ്. അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Krebs സൈക്കിളൊക്കെ കൃത്യമായിട്ട് പഠിച്ചവർക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ ഓഫ് ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഇത് നമ്മൾ സെയിം ആയിട്ട് ഇന്നലെ പഠിച്ചതായിരുന്നു കേട്ടോ. മോഡൽ എക്സാം 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. സോ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ആണെങ്കിൽ എത്തിലിൻ ആണ്. ഹെൽപ്പ് ടു ഓവർകം ദ എപ്പിക്കൽ ഡോമിനൻസ് ആണെങ്കിൽ സൈറ്റോകൈനിൻ. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം ഇൻ ദ ഷുഗർ കെയിൻ, അതേതായിരിക്കും? ജിബർലിൻ ആണ്. ഇൻഡക്ഷൻ ഓഫ് പാർത്തനോകാർപ്പിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഓക്സിൻ. സെയിം സാധനം ദേ നോക്കിക്കോ, സെയിം, ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തതാണ് ലേബൽ സബ്സ്ട്രേറ്റ് ABCD. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ സീറ്റ് കിട്ടാതെ സുമ ഓഫീസിൽ പോയി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് ഏതാ? സിട്രിക് ആസിഡ്. B എന്ന് പറയുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഇനി C എന്ന് പറയുന്നത് മാലിക് ആസിഡ്. D എന്ന് പറയുന്നത് ഓക്സാലോഅസെറ്റിക് ആസിഡ്. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം Krebs സൈക്കിൾ നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചതാണ്. ദെൻ നെയിം ദ സയൻറ്റിസ്റ്റ് ഹു ട്രേസ് ദ പാത്വേ. അതന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെയിം ദ സയൻറ്റിസ്റ്റ് ഹു ഫസ്റ്റ് ഇല്യൂസിഡേറ്റ് ദ സൈക്കിൾ. ആരായിരുന്നു? ഹാൻസ് ക്രബ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹാൻസ് ക്രബ് എന്ന് എഴുതാം. ഇനി ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്സ് ഇൻ TCA സൈക്കിൾ വേർ GTP ഈസ് സിന്തസൈസ്ഡ്. ഓക്കെ, ഇത് ചിലപ്പോൾ കുറച്ച് പേര് തെറ്റിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ Krebs സൈക്കിൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് കേട്ടിട്ടുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സക്സിനൈൽ കോയിൻസിമേ സക്സീനിക് ആസിഡായിട്ട് മാറുന്ന സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? നമ്മുടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സീനിക് ആസിഡായിട്ട് മാറുന്ന സ്റ്റെപ്പിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു സ്റ്റെപ്പിലാണ് GTP കിട്ടുന്നത്.
അല്ലെ? ക്രെബ്സ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം കുറച്ച് പേർക്ക് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കില്ല തോന്നുന്നു. ബാക്കിയുള്ള 2 ചോദ്യം നിങ്ങൾ കറക്റ്റാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ക്ലാസ് കണ്ടവർക്ക് ഇത് ഈസി ആയിട്ട് എഴുതാനും പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത് നോക്കാം. നെയിം ദ ജോയിൻറ്റ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് വെർട്ടിബ്ര ഇൻ ദ വെർട്ടിബ്രൽ കോളം വിച്ച് പെർമിറ്റ് ലിമിറ്റഡ് മൂവ്മെൻറ്റ്. ഇത് നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞതാണ്. ദ ജോയിൻറ്റ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വെർട്ടിബ്രേ ഏതായിരുന്നു? മോർണിംഗ് ബൂസ്റ്റർ നമ്മൾ പറഞ്ഞു കാർട്ടിലേജിനസ് ജോയിൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദ കോംപ്ലക്സ് ഡിസോർഡർ വിച്ച് ഈസ് associated with loss of glucose through the urine. It is successfully treated with insulin therapy. Name the disease. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെഴുതാം? ഡയബറ്റിസ് മെലിറ്റസ്. അത് തന്നെയല്ലേ എഴുതിയിട്ടുള്ളത്? യെസ്. ഇനി അടുത്ത് നോക്കാം. ഡിഫറൻഷിയേറ്റ് ഈസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ. ഇത് കണ്ടപ്പോൾ മിസ്സിന് ആദ്യം വളരെ വിഷമം തോന്നി. കാരണം നമ്മുടെ ഫ്രോഗിൽ ഈ ഒരു ചോദ്യമാണ് ചോദിച്ചത്. വേറെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ആകെ ചോദിച്ചത് ഈ ഹൈബർനേഷൻ ഈസ്റ്റിവേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. പക്ഷേ അത് നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിൻ്റർ സ്ലീപ്പാണ് ഹൈബർനേഷൻ, സമ്മർ സ്ലീപ്പാണ് ഈസ്റ്റിവേഷൻ. നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷേ ഈ ചോദ്യം കണ്ടപ്പോൾ ആദ്യം എന്നെ നെഞ്ചൊന്ന് തകർന്നു പോയി. കാരണം എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തു എന്ന് തോന്നി. വേറെ എന്തോരം നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തതാണ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ മസിൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. നോക്കിക്കുക, മോർണിംഗ് ബൂസ്റ്ററിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. ദെൻ ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് ദ മസിൽ സെൽ ഈസ് നോൺ ആസ്. ഇത് നമ്മൾ ക്ലാസ്സിൽ സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യനിൽ മിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമ്മൾ എന്താ പറയുക? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുക. നമ്മൾ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി വളരെ കോയിൻസിഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒബ്സർവ് ദ ഡയഗ്രാം ഐഡൻറ്റിഫൈ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് ANB എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിസ് മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാമിന് പാരാതൈറോയ്ഡ് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ് മോർണിംഗ് ബൂസ്റ്ററിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ അഡ്രിനൽ ഗ്ലാൻഡ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോർണിംഗ് ബൂസ്റ്ററിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാമിന് പാരാതൈറോയ്ഡ് ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രണ്ട് സൈഡിലുള്ള ഗ്ലാൻഡ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെഴുതണം? തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ B എന്ന് പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം കുറച്ച് മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കണ്ടവർക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഓവറോൾ ആയിട്ട് നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അത് ആലോചിച്ചിരുന്ന എൻ്റെ കുട്ടികൾ ടെൻഷനൊന്നും അടിക്കണ്ട. പാസ്സാവാനുള്ളതും ഇനി നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ റിവിഷൻ ക്ലാസ്സൊക്കെ കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇത് നമ്മുടെ പ്രൂഫ് വീഡിയോ ആണ്. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സിലുള്ളത് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാം എന്ത് ചെയ്യുക? ഫുൾ കോൺഫിഡൻസിൽ പഠിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട. വളരെ കൂളായിട്ട് പഠിക്കുക. ക്ലാസ്സും വീഡിയോസും എല്ലാം കൃത്യസമയത്ത് തന്നെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ അഭിപ്രായം എന്ത് ചെയ്യുക? എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.